ഇന്നത്തെ നെക്സ്റ്റ് മാച്ച് വരുന്നത് ജർമ്മനി വേഴ്സസ് പാരാഗ്വേ ആണ്. ജർമ്മനിയുടെ സ്ക്വാഡ് ഡെപ്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അവരുടെ ഡിഫൻസിൽ ഇപ്പോൾ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിലും പക്ഷെ അവർ ഗോളൊന്നും വഴങ്ങാണ്ട് ഒരു 2-0 3-0 ജയിച്ച് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു മാച്ച് വരുന്നത് നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോയാണ്. ഈ റൗണ്ടിലത്തെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചുകളിൽ ഒരെണ്ണമാണ് നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോ. നമുക്കറിയാം അവിടെ നെതർലാൻഡ്സിന്റെ നല്ലൊരു ഡിഫെൻഡിങ് തന്നെയുണ്ട്. മൊറോക്കോയ്ക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ കണ്ട പോലത്തെ ഒരു ഗോൾ സ്കോറിംഗ് ഒന്നും നെതർലാൻഡ്സിന്റെ ഒപ്പം എളുപ്പമായിരിക്കില്ല. നല്ലൊരു കളി തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. പക്ഷെ നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റൊരു ഗോള് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അവർ ഡിഫെൻഡ് ചെയ്തിട്ട് ജയിച്ച് കയറാൻ പറ്റുന്ന ഒരു ടീമാണ്. അത്രയും നല്ലൊരു ഡിഫെൻസീവ് ക്വാളിറ്റി അവർക്കുണ്ട്. അപ്പൊ അവരൊരു 1 ഗോൾ മാർജിനിൽ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നെതർലാൻഡ്സിന്റെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നെതർലാൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ എല്ലാവർക്കും ടഫ് ഒപ്പോണൻസിനെയാണ് ഈ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഗ്രൂപ്പിൽ ഇത്രയും ടഫായിട്ടുള്ള കളികൾ കഴിഞ്ഞിട്ട് വന്ന് പെട്ടിരിക്കുന്നതും ടഫായിട്ടുള്ള ഒപ്പോണൻസിനെയാണ്. നെതർലാൻഡ്സിനാണെങ്കിൽ മൊറോക്കോനെയാണ് കിട്ടിയിരിക്കുന്നത്, ജപ്പാനാണെങ്കിൽ ബ്രസീൽ, അതുപോലെ സ്വീഡൻ വന്ന് പെട്ടേക്കുന്നത് ഫ്രാൻസിന്റെ മുമ്പിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു റൗണ്ട് ക്ലിയർ ചെയ്ത് റൗണ്ട് ഓഫ് 16ലേക്ക് കയറാന്ന് പറഞ്ഞാൽ ടഫായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ട് ഓഫ് 32 ഈ മാച്ചുകളുടെ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ